വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ക്ലാസ് ആട്ടോ. ഒത്തിരി ഇരുന്ന് പഠിക്കാനൊന്നുമില്ല, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഈ ഒരു സീരീസ് ഇപ്പൊ കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒത്തിരി പ്രാക്ടീസ് ക്ലാസ്സുകളായിട്ടോ നമ്മളിപ്പോ കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വേറെ ഒന്നുമല്ല, നമുക്കിപ്പോ ഹിന്ദി സംസാരിക്കാൻ പഠിക്കാനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, ഒത്തിരി കാര്യങ്ങൾ കേൾക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിലിം കാണും, ബുക്സ് വായിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലാംഗ്വേജിന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിട്ട് അല്ലെ. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു സെക്ഷനാണ്. ഞാനൊരു സ്റ്റോറി വായിക്കാം. ഓക്കെ, നിങ്ങളും കൂടെ വായിക്കണം കേട്ടോ. അപ്പൊ ആ സ്റ്റോറി വായിക്കുമ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനെ കണക്ട് ചെയ്ത് വരും. ഈ ഓരോ സെന്റൻസ് ആയിട്ടല്ലല്ലോ, ഫുൾ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എന്റെ ഒപ്പം തന്നെ വായിക്കാൻ ശ്രമിക്കുക, ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തെനാലി രാമന്റെ ഒരു കഥയാണ് കേട്ടോ. തെനാലി രാമന്റെ ഒരു സ്റ്റോറി. ഓക്കെ, ഏക് ബാർ കി ബാത് ഹൈ. എന്താ പറഞ്ഞേ, നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ, നമ്മൾ എന്താ ഈ വായിക്കുന്നെന്നുള്ളത്. ഏക് ബാർ കി ബാത് ഹൈ എന്ന് പറഞ്ഞാൽ ഒരു സമയത്തെ കാര്യം എന്നുള്ള അർത്ഥത്തിലാണ്. വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ, അതാണ് കേട്ടോ. ഏക് ബാർ കി ബാത് ഹൈ, വിജയനഗർ കെ രാജ കൃഷ്ണദേവറായ് ദർബാർ മേ ബൈഠേ ഹുയേ थे. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലയോ? ഞാനത് മലയാളത്തിലും കൂടി എഴുതിയിട്ടുണ്ട്. എന്റെ ഒപ്പം വായിച്ചു നോക്കുക. ഇപ്പൊ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം കേട്ടോ, ക്ലിയർ ആവുന്നുണ്ടോ എന്ന്. ഓക്കെ, വിജയനഗർ കെ രാജ എന്താ പറഞ്ഞേ, മനസ്സിലായല്ലേ? വിജയനഗർ എന്നുള്ള ഒരു രാജ്യത്തിന്റെ രാജാവിന്റെ പേരാണ് പറഞ്ഞത്, കൃഷ്ണദേവറായ കേട്ടോ. ദർബാറിന് ബൈഠേ ഹുയേ थे. ദർബാറില് ഓക്കെ, ബൈഠേ ഹുയേ थे എന്താണ്? ഇരിക്കുകയായിരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അവിടെ തേ തി അതിന്റെ ഒരു യൂസ് ആണ് വന്നത് കേട്ടോ. ശരി, ഉന്നോനെ പൂച്ച എന്താണ്? അദ്ദേഹം ചോദിച്ചു. എന്താ ചോദിച്ചേ? സംസാർ മേ ഏസി കോയി ചീസ് ഹേ. സംസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കേട്ടോ, ലോകത്തില് ഏസി കോയി ചീസ് ഹേ, ഇങ്ങനെ ഏതെങ്കിലും വസ്തു ഉണ്ടോ? ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു, സാധനം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. നമുക്കറിയാം അല്ലെ. ऐसी कोई चीज है എങ്ങനത്തെയാണ്? ജോ ബിൽക്കുൽ ബേക്കാർ ഹോ. ആ ജോ അവിടെയാണ്, എന്ത് വസ്തുവാണോ ആ വസ്തു. ഇവിടെ എന്താണ് ആ വസ്തു? ബിൽക്കുൽ ബേക്കാർ ഹോ, തീരെ ബേക്കാർ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ്, ഉപയോഗശൂന്യമായ കേട്ടോ. ബിൽക്കുൽ ബേക്കാർ ഹോ, തീരെ ഉപയോഗമില്ലാത്ത എന്തെങ്കിലും വസ്തു ഉണ്ടോ എന്നാണ് രാജാവ് ചോദിച്ചത്. മനസ്സിലായോ? മന്ത്രി പറഞ്ഞു അല്ലെ. മഹാരാജ് ഹർ ചീസ് കാ മഹത്വ ഹേ. എന്താണ് ഹർ ചീസ് കാ എന്ന് പറഞ്ഞ എല്ലാ വസ്തുക്കൾക്കും മഹത്വമുണ്ട് അല്ലെ, ഇമ്പോർട്ടൻസ് ഉണ്ട്. മഹത്വ ഹേ. രാഖ് കാ ഭി മോൾ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ല, ചാരമാണ് കേട്ടോ, ചാരം. ഓക്കെ, രാഖ് കാ ഭി ചാരത്തിന് കൂടെ എന്നുള്ള അർത്ഥത്തിലാണ്, ചാരത്തിന് പോലും. ഓക്കെ, മോൾ ഹേ, മോൾ എന്ന് പറഞ്ഞാൽ മൂല്യം എന്നുള്ള അർത്ഥത്തിലാട്ടോ വരുന്നേ, മോൾ. ഓക്കെ, രാഖ് കാ ഭി മോൾ ഹേ, ചാരത്തിന് പോലും മൂല്യമുണ്ട്. മനസ്സിലായില്ലേ? അടുത്ത എന്താ? പുരോഹിത് കഹിനെ ലക അല്ലെ. പുരോഹിത് അവിടുത്തെ പുരോഹിതൻ എന്നുള്ള അർത്ഥത്തിലാട്ടോ. പുരോഹിത് കഹിനെ ലക എന്ന് പറഞ്ഞാൽ പറയാൻ തുടങ്ങി എന്നാണ് ഉദ്ദേശിച്ചത്. എന്താ പറഞ്ഞത്? ടൂട്ടി ഹുയി തൽവാർ ഓർ. അപ്പൊ ടൂട്ടി ഹുയി തൽവാർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? തൽവാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒരു ആയുധങ്ങളൊക്കെ പഠിച്ചില്ലേ, കത്തി, കത്രിക എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തൽവാർ എന്ന് പറഞ്ഞ വാള്. അപ്പൊ ടൂട്ടി ഹുയി തൽവാർ എന്താണ്? ടൂട്ടിന എന്ന് പറഞ്ഞ എന്താ? പൊട്ടുക, പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ടൂട്ടിന. അപ്പൊ ടൂട്ട ഹുവ അല്ലെങ്കിൽ ടൂട്ടി ഹുയി. അപ്പൊ അവിടെ തൽവാർ സ്ത്രീലിംഗ വാക്കായതുകൊണ്ടാണ് അവിടെ ടൂട്ടി ഹുയി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ടൂട്ട ഹുവ എന്നും പറയാം. ഓക്കെ, ടൂട്ടി ഹുയി തൽവാർ ഓർ ബേക്കാർ പട രത്ത് ക പഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേക്കാർ പട എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആയ. മനസ്സിലായോ? ഓക്കെ, ബേക്കാർ പട രത്ത് ക പഹിയ. രത്ത് എന്ന് പറഞ്ഞാൽ രഥമാണ് കേട്ടോ. നോർമലി നമ്മൾ രഥം ഉണ്ടല്ലോ, അതിനെയാണ് പറയണേ. പഹിയ എന്ന് പറഞ്ഞ ചക്രം. അപ്പൊ രത്ത് ക പഹിയ രഥത്തിന്റെ ചക്രം. അപ്പൊ യൂസ്ലെസ് ആയ, വേസ്റ്റ് ആയി കിടക്കുന്ന രഥത്തിന്റെ ചക്രം. രത്ത് ക പഹിയ അഭി കാമാ ജാത്താ ഹേ, യൂസ് ആവും എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അതിനർത്ഥം എന്താ? എല്ലാ വസ്തുക്കൾക്കും ഉപയോഗമുണ്ട്. ഇപ്പൊ രത്ത് ക പഹിയ, ഇപ്പൊ മരത്തിന്റെ പഹിയ ആണെങ്കിൽ, മരത്തിന്റെ ചക്രം ആണെങ്കിൽ നമുക്കത് വെട്ടിക്കൂട്ടി വിറകായിട്ടെങ്കിലും ഉപയോഗിക്കാം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ തൽവാർ ഇപ്പൊ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ തൽവാറല്ലേ, അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ വാളിന്റെ കഷ്ണം വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം വെച്ച് നമുക്ക് പച്ചക്കറിക്ക് അരിയാലോ, ഒരു കത്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് അത്രയൊന്നും മനസ്സിലാക്കണ്ട. ഇതിന്റെ ഇപ്പൊ പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ശരി. അപ്പൊ ഇനി എന്താ? സംസാർ മേ ऐसे कोई चीज
ഹേ ഹി നഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തില് അങ്ങനെ ഒരു വസ്തു ഇല്ലേ ഇല്ല. ഹേ ഹി നഹി ജോ ബേക്കാർ ഹോ, എന്താണോ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു വസ്തു ഈ ലോകത്തിൽ ഇല്ലേ ഇല്ല എന്നുള്ളതാണ്. ഉപയോഗശൂന്യമായ ഒരു വസ്തു ഈ ലോകത്തിൽ ഇല്ലേ ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. സംസാരമേ ऐसे कोई चीज है ही नहीं जो बेकार हो. മനസ്സിലായില്ലേ? രാജാ കൃഷ്ണദേവറായനെ देखा कि तेनालीराम चुप है. ക്ലിയർ ആയോ? എന്താ? രാജാ കൃഷ്ണദേവ് രാജാവ് നോക്കിയപ്പോ എന്താണ്? തെനാലിറാം മിണ്ടാതിരിക്കുകയാണ്, ചുപ്പ്. അതാണ് കേട്ടോ, തെനാലിറാം ചുപ്പ് ഹെ. ഉൻകെ പൂച്ചനെ പർ തെനാലിറാം ബോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ചോദിച്ചത് അനുസരിച്ചിട്ട് തെനാലിരാമൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹർ ജറൂരി സമച്ചി ജാനെ വാലി ചീസ് ബി ബേക്കാർ ഹെ മഹാരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹർ ജറൂരി സമച്ചി ജാനെ വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ വസ്തുക്കളും എന്നുള്ള അർത്ഥത്തിലാട്ടോ. സമച്ചി ജാനെ വാലി ചീസ് ബി വസ്തുക്കൾ കൂടി എന്താണ്? ബേക്കാർ ഹെ മഹാരാജ്, ബേക്കാർ ആണ്, യൂസ്ലെസ് ആണ്. എങ്ങനെയാണ് അതിപ്പോ പറയാട്ടോ. യദി അതായത് ഉസ്കി ജറൂരത് ന ഹോ, എന്താണ്? അതിന്റെ ആവശ്യം ഇല്ലാത്തപ്പോ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പൊ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ അതിന്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പൊ ആ ഫുഡ് എന്താണ്? വേസ്റ്റ് ആണ്. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഹർ ജറൂരി സമച്ചി ജാനെ വാലി ചീസ് ബി ബേക്കാർ ഹേ. എപ്പോഴാണ്? യദി ഉസ്കി ജറൂരത് ന ഹോ, അതിന്റെ ആവശ്യമില്ലാത്തപ്പോ അല്ലേ? ഓക്കെ. തെനാലിറാം കി ബാത് സുൻകർ രാജാ കി ഹസി छूट गई. എന്താ മനസ്സിലായേ? തെനാലിറാം കി ബാത് സുൻകർ എന്ന് പറഞ്ഞ സംസാരം കേട്ടിട്ട് അല്ലെ? ഓക്കെ. തെനാലിറാമിന്റെ സംസാരം കേട്ടിട്ട് രാജാക്ക് ഹസി छूट गई. രാജാവിന്റെ ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക അല്ലെ? അപ്പൊ ഹസി छूट गई, छूटना എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഇത്രേ ഉള്ളൂ, ചിരി വിട്ടുപോയി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. കളിയാക്കി ചിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ രാജാക്ക് ഹസി छूट गई. രാജദർബാർ ബി ഹസ് പടേ എന്ന് മനസ്സിലായി. ഈ ഹസ്ന ഹാം എന്നവിടെ ഉണ്ടെങ്കിലും ഹസ് എന്ന് പ്രൊനൗൺസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഹസ്ന എന്നാ പറയാ, ഹാംസ്ന എന്ന് പറയില്ല. ഓക്കെ. അപ്പൊ രാജദർബാർ ബി ഹസ് പടേ, രാജദർബാരിലുള്ള എല്ലാവരും കളിയാക്കി ചിരിച്ചു കേട്ടോ. അവിടെ കളിയാക്കി എന്നുള്ള വാക്കില്ല, പക്ഷെ അതാണ് അതിന്റെ അർത്ഥം. ഹസ്പടെ ചിരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ. രാജാക്കി കഹനെ പർ തെനാലിറാമിനെ കിയ. എന്താണ്? രാജാവ് പറഞ്ഞതനുസരിച്ചിട്ട് അല്ലെ? രാജാക്കി കഹനെ പർ. ഓക്കെ. തെനാലിറാമിനെ എന്ത് ചെയ്തു? വാദാ കിയ. വാദാ കർണ എന്ന് പറഞ്ഞ എന്താണ്? പ്രോമിസ് ചെയ്യാ. എന്താ പ്രോമിസ് ചെയ്തേ? ഏക് ദിൻ മേ സാബിത് കറൂങ്ക. എന്താണ്? ഏക് ദിൻ മേ സാബിത് കറൂങ്ക. സാബിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കുക എന്നാട്ടോ, തെളിയിക്കും എന്നുള്ള അർത്ഥത്തില്. ഈ ഒരു വേർഡ് നമ്മുടെ ഈ ഒരു സീരീസിൽ വന്നിട്ടില്ല. സാബിത് കർണ എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഏക് ദിൻ ഒരു ദിവസം, മേ സാബിത് കറൂങ്ക ഞാൻ തെളിയിക്കും. എന്താണ്? കി എന്ന് പറഞ്ഞാൽ അതായത്. യദി ജറൂരത് ന ഹോ തോ. യദി എന്ന് പറഞ്ഞാൽ എങ്കിൽ കേട്ടോ, അഗർ എന്നുള്ള അർത്ഥത്തിലാണ് യദി. ഓക്കെ. യദി ജറൂരത് ന ഹോ തോ, ജറൂരത്ത് ഇല്ലെങ്കിൽ മീൻസ് ആവശ്യമില്ലെങ്കിൽ അല്ലെ? സംസാർ കി അൻമോൾ ചീസ് ബി ബേക്കാർ ഹെ. സംസാർ കി ലോകത്തിലെ അൻമോൾ എന്ന വാക്ക് അമൂല്യമായ എന്നുള്ള അർത്ഥത്തിലാട്ടോ. നേരത്തെ പഠിച്ചില്ലേ? മോൾ എന്ന് പറഞ്ഞ മൂല്യം അവിടെയാണ് കേട്ടോ. അൻമോൾ എന്ന് പറഞ്ഞാൽ അമൂല്യം, ഇത്രേ ഉള്ളൂ. അപ്പൊ സംസാർക്ക് അൻമോൾ ചീസ് ബി ബേക്കാർ ഹെ. ലോകത്തിലെ അമൂല്യമായ വസ്തുക്കൾ കൂടി എന്താണ്? യൂസ്ലെസ് ആണ് അല്ലെ? ബേക്കാർ എന്ന് പറഞ്ഞ. ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗം കേട്ടതിന് തന്നെ നിങ്ങൾക്ക് കുറെ കുട്ടി വാക്കുകൾ, പുതിയ വാക്കുകൾ അല്ലെ? നമ്മൾ ക്ലാസ്സിൽ എടുക്കാത്ത കുറെ പുതിയ വാക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് പോണം കേട്ടോ. മുന്നോട്ട് ഒത്തിരി ക്ലാസ്സുകളും ഈവൻ ക്ലാസ് അല്ലെങ്കിൽ പോലും നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പുതിയ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം നിങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ. ഇനി कुछ दिनों के बाद राजा कृष्णदेव राय के दरबार में एक अंधा गायक आया. മനസ്സിലായോ? എന്താണ്? കുച്ച് ദിനോ കെ ബാദ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജാവിന്റെ ദർബാരിയിലെ ഒരു അന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു കാണാത്ത തന്നെയാട്ടോ. സെയിം തന്നെയാണ് പറയുന്നത്, മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ. അന്ധ ഗായക ആയ. ഗായക എന്ന് പറഞ്ഞ എന്താ? പാട്ടുകാരൻ. ഓക്കെ. അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജാവിന്റെ ദർബാരിയിൽ ഒരു അന്ധനായ പാട്ടുകാരൻ വന്നു. ഉസ്നെ രാജാക്ക് പ്രശംസാമേ ബഹുത് ഹി അച്ഛാ ഗാന ഗായ. അല്ലെ? അദ്ദേഹം എന്താ ചെയ്തേ? ഉസ്നെ രാജാക്ക് പ്രശംസാമേ, രാജാവിനെ പ്രശംസിച്ചുകൊണ്ട്
ഓക്കെ, ബൗത്ത് ഹി അച്ഛാ ഗാന ഗായ, നല്ല ഒരു പാട്ടുപാടി, അത്രേ ഉള്ളൂ കേട്ടോ. രാജ പ്രസന്ന ഹുയെ, രാജ പ്രസന്ന ഹുയെ എന്ന് പറഞ്ഞ എന്താ? രാജാവ് പ്രസന്നനായി. സെയിം തന്നെയാ കേട്ടോ, മലയാളം പോലെ തന്നെയാണ് കുറെ ഹിന്ദി വാക്കുകളും കേട്ടോ. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയാം, എന്നാലും കുറെ പേരുണ്ടാവും മനസ്സിലാവാത്തവര്, അവർക്ക് കൂടി വേണ്ടിയിട്ടാട്ടോ ഇത്രയും ഡീപ്പായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. ബോറടിക്കരുത്, വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ പ്രാക്ടീസ് ആണ്. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു കഥ എടുത്ത് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പലരും ശ്രമിച്ചിട്ടുണ്ടാവില്ല, ശ്രമിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ആയി വരുന്നത്. ഒരു ഭാഷയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വഴികളൊക്കെ നോക്കും, കുറച്ച് ബുക്ക് വായിക്കാൻ നോക്കും. എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് റീഡിങ് കേട്ടോ. ഹിന്ദി റീഡ് ചെയ്യുന്നതോറും നമ്മുടെ നോളജ് കൂടി കൂടി വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഞാൻ തരികയാണ്, റീഡ് ചെയ്യാനുള്ള ഒരു അവസരം തരികയാണ് കേട്ടോ. അപ്പൊ കൂടെ നിങ്ങൾ റീഡ് ചെയ്ത് പോണം. ഓക്കെ, അപ്പൊ രാജാവ് പ്രസന്നനായി അല്ലെ? ഓക്കെ, उन्होंने अपना बहुमूल्य हार उतार कर गाय के गले में पहना दिया. എന്താ പറഞ്ഞേ? ഉന്നോനെ അപ്പന ബഹുമൂല്യ, അദ്ദേഹം അപ്പന സ്വന്തം കേട്ടോ, ബഹുമൂല്യ ഹാർ ഉത്താർക്കർ. ബഹുമൂല്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൂല്യമുള്ള, അമൂല്യമായ. ഓക്കെ, ഹാർ ഉത്താർക്കർ, ഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാല തന്നെയാ കേട്ടോ ഹിന്ദിയിൽ പറയണേ, ഹാർ എന്നാ പറയാം. ഓക്കെ, ഉത്താർക്കർ, ഉത്താർന എന്ന് പറഞ്ഞാൽ എന്താ? ഊരുക. കപ്പട ഉത്താറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം ഊരു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഉത്താർന അതാണ് കേട്ടോ. ഉത്താർക്കർ ഗായക് ഗലേമേ പഹനാദിയ, എന്താണ്? ഗായകന്റെ ഗല എന്ന് പറഞ്ഞ കഴുത്താട്ടോ. അപ്പൊ ഗായക് ഗലേമേ പഹനാദിയ, പഹനാദിയ എന്ന് പറഞ്ഞ ധരിപ്പിച്ചു, പഹന്ന ധരിക്കുക, പഹനാന ധരിപ്പിക്കുക, അതാണ് കേട്ടോ. അപ്പൊ പഹനാദിയ ധരിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ. തന്റെ വിലയേറിയ ആ ഒരു ഹാരം, മാല എടുത്തിട്ട് അദ്ദേഹത്തെ അണിയിച്ചു, ആ ഗായകനെ, അന്ധനായ ഗായകനെ അണിയിച്ചു എന്നാണ്. ഓക്കെ, ഗായക് ബോല മഹാരാജ് വാക്കൈ ആപ്കാ ഹാർ ബേഷ് കീമത്തി ഹേ എന്ന് പറഞ്ഞ എന്താണ്? വാക്കൈ എന്നുള്ളത് വാസ്തവം എന്നുള്ള അർത്ഥത്തിലാട്ടോ, വാസ്തവത്തിൽ. ഗായക് ബോല, ഗായകൻ പറഞ്ഞു, വാക്കൈ മഹാരാജ് വാക്കൈ ആപ്കാ ഹാർ ബേഷ് കീമത്തി ഹേ. ബേഷ് എന്ന് പറയുന്നത് വളരെ, അല്ലെങ്കിൽ സൂപ്പർ എന്നുള്ള അർത്ഥത്തിലേക്ക് കേട്ടോ, വളരെ വിലയേറിയത്. കീമത്തി എന്ന് പറഞ്ഞാൽ വില, അതാണ് കേട്ടോ. ബേഷ് കീമത്തി ഹേ, താങ്കളുടെ മാല ഒത്തിരി വിലപിടിപ്പുള്ളതാണ്. അടുത്തത് മെര സൗഭാഗ്യ ഹേ, എന്റെ സൗഭാഗ്യമാണ്. കി അതായത് ആപ്നെ മുജെ ഇസ് ലായക് സംച, എന്താണ്? ആപ്നെ മുജെ, താങ്കൾ എന്നെ, ഇസ് ലായക്, ലായക് എന്ന് പറയുന്നത് അർഹതപ്പെട്ടവൻ അല്ലെങ്കിൽ യോഗ്യനായവൻ യോഗ്യൻ എന്നുള്ള അർത്ഥത്തിലാട്ടോ. എന്നെ യോഗ്യനായിട്ട് കണക്കാക്കി എന്നുള്ള അർത്ഥത്തിലാണ്. ആപ്നെ മുജെ ഇസ് ലായക് സംച, മനസ്സിലായോ? എനിക്ക് യോഗ്യത ഉണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കി, അത്രേ ഉള്ളൂ കേട്ടോ. പർ മഹാരാജ്, പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലേക്കിൻ, പക്ഷേ എന്നുള്ള അർത്ഥത്തിലാട്ടോ. പർ മഹാരാജ് മേനെ ദോ ദിൻ സെ കുച്ച് നഹി കായ, എന്താ? ഞാൻ ദോ ദിൻ സെ 2 ദിവസമായിട്ട് കുച്ച് നഹി കായ, ഒന്നും നേരെ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. കുച്ച് നഹി കായ. മുജെ ജ്യാദ ഖുഷി ഹോഗി, മുജെ ജ്യാദ ഖുഷി ഹോഗി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാകും. ഒരു ഫ്യൂച്ചറാണ് അവിടെ, ഹോഗി കേട്ടോ. എനിക്ക് വളരെ സന്തോഷമാകും. എപ്പോഴാണ്? അഗർ ആപ് മുജെ ബർപേട്ട് ഖാന കിലാദേ, എന്താ മനസ്സിലായേ? അഗർ അറിയാലേ, എങ്കിൽ, ആപ് മുജെ താങ്കൾ എനിക്ക്, ബർപേട്ട്, ബർപേട്ട്, പേട്ട് എന്ന് പറഞ്ഞാൽ വയറ്, ബർന എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. അപ്പൊ വയറ് നിറച്ച് എന്നുള്ള അർത്ഥത്തിന് ബറും പേട്ടും ആണ് കേട്ടോ മിക്സ് ചെയ്ത് പറയണ്ടേ. ബർപേട്ട് ഖാന കിലാദേ, ഭക്ഷണം കഴിപ്പിച്ചിരുന്നെങ്കിൽ. അപ്പൊ എങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അഗർ, അഗർ ആപ് മുജെ ബർപേട്ട് ഖാന കിലാദേ, എന്തായിരുന്നു? ഞാൻ വളരെ സന്തോഷവാനാകുമായിരുന്നു അല്ലെ. ഓക്കെ, രാജാനെ ഉസി സമയം ഉസ്കെ ലിയെ ഭോജൻ കി വ്യവസ്ഥ കർനെ കെ ലിയെ കഹാ, അല്ലെ. രാജാവ് പറഞ്ഞു അല്ലെ. എന്താ പറഞ്ഞത്? ഉസ്കെ ലിയെ ഭോജൻ കി, രാജാനെ ഉസി സമയം, രാജാവ് ആ സമയത്ത്, ഉസ്കെ ലിയെ അദ്ദേഹത്തിന് വേണ്ടി, അവന് വേണ്ടി, ഓക്കെ, ഭോജൻ കി വ്യവസ്ഥ കർനെ കെ ലിയെ കഹാ, ഭക്ഷണത്തിനായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. खाना खाते समय उसकी चेहरे पर सच्ची तृप्ति और आनंद का भाव था, എന്താണ്? ഖാന ഖാത്തെ സമയം അല്ലെ. ഓക്കെ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉസ്കി ചെഹരെ പർ, ചെഹ്റ എന്ന് പറഞ്ഞ ഫേസ് കേട്ടോ. അപ്പൊ ഉസ്കി ചെഹരെ പർ, അവന്റെ മുഖത്ത്, സച്ചി തൃപ്തി, സച്ചി എന്ന് പറഞ്ഞാൽ സത്യത്തില് എന്നുള്ള അർത്ഥത്തിലാട്ടോ. തൃപ്തി എന്ന് പറഞ്ഞാൽ അറിയാം, തൃപ്തി തന്നെ. ഓക്കെ, സച്ചി തൃപ്തിയോ ആനന്ദിക്ക ഭാവുത്ത, ഇതിലൊന്നും പഠിക്കാനില്ല അല്ലെ. ആനന്ദ് എന്ന് പറഞ്ഞ
സന്തോഷം. തൃപ്തി എന്ന് പറഞ്ഞാൽ തൃപ്തി തന്നെ. അതുപോലെ തന്നെ ഭാവം എന്ന് പറഞ്ഞാൽ ഭാവം തന്നെ. വളരെ എളുപ്പമല്ലേ? ഓക്കെ, അപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് സത്യത്തിൽ എന്തായിരുന്നു? നല്ല തൃപ്തിയുടെയും സന്തോഷത്തിന്റെയും ഭാവമായിരുന്നു. ഓക്കെ, യഹ് ദേക്കർ രാജാനെ തുരന്ത് ആദേശ് ദിയ. എന്താ? യഹ് ദേക്കർ, ഇത് കണ്ടിട്ട് രാജാവ് തുരന്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ആദേശ് ദിയ, ആദേശ് എന്ന് പറഞ്ഞാൽ ഓർഡർ, നിർദ്ദേശം കൊടുക്കുക, അതാണ് കേട്ടോ. ആദേശ് ദിയ എന്താണ്? इस अंधे गायक के लिए जीवन भर भोजन का प्रबंध राज की ओर से किया जाए എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് അന്ധേ ഗായക കേലിയെ, ഈ അന്ധനായ പാട്ടുകാരന് വേണ്ടി, ജീവൻ ഭർ ഭോജൻ ക പ്രബന്ധ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഭക്ഷണം കൊടുക്കാനുള്ള ആ ഒരു അറേഞ്ച്മെന്റ് എന്നുള്ളതാണ് കേട്ടോ. ജീവൻ ഭർ ഭോജൻ ക പ്രബന്ധ്. ഓക്കെ, രാജ്ക്ക് ഓർ സേ കിയാ ജായേ, രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ചെയ്യൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതാണ് രാജാവ് കൊടുത്ത നിർദ്ദേശം. ഓക്കെ, ആദേശ്. സുൻകർ ഉസ് ഗായക് ബഹുത് ഖുഷ് ഹോ ഗയാ. എന്താണ്? അത് കേട്ടപ്പോൾ അല്ലെ, രാജാവിന്റെ ഈ ഒരു നിർദ്ദേശം കേട്ടപ്പോൾ തന്നെ ഓ ഗായക് ബഹുത് ഖുഷ് ഹോ ഗയാ, അവൻ വളരെ സന്തോഷവാനായി എന്നുള്ളതാണ് കേട്ടോ. ഉസ്കെ ജാത്തെ ഹി തെനാലിറാമനെ കഹാ. ഉസ്കെ ജാത്തെ ഹി, അദ്ദേഹം പോയപ്പോ തന്നെ തെനാലിറാമൻ പറഞ്ഞു. എന്താണ്? ദേഖോ മഹാരാജ് മേരി ബാത് കോ, ഞാൻ പറഞ്ഞ കാര്യമുണ്ട് അല്ലെ, ഞാൻ പറഞ്ഞ കാര്യത്തെ യഹ് അന്ധ ഗായക്, ആ അന്ധനായ ഗായകൻ കൈസെ സഹി സാബിത് കർ ദിയ അല്ലെങ്കിൽ കർ ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അന്ധനായ ആ ഗായകൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിന് സഹി സാബിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് പ്രൂവ് ചെയ്തത് എങ്ങനെയാണെന്ന് കണ്ടോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് തെനാലിറാമൻ. ഓക്കെ, എങ്ങനെയാ തെളിയിച്ചേ? ഭൂഖെ ആദ്മിക്കോ റോട്ടി സെ ജ്യാദ അച്ഛാ കുച്ച് നഹീ ലഗ്താ. ക്ലിയർ ആയോ? ഭൂഖെ ആത്മി എന്ന് പറഞ്ഞാൽ, ഭൂഖ എന്ന് പറഞ്ഞാൽ വിശപ്പ് കേട്ടോ, വിശന്ന മനുഷ്യനെയാണ് പറയുന്നത് ഭൂഖാന്ന്. ഓക്കെ, അപ്പൊ ഭൂഖെ ആത്മിക്കോ, വിശന്ന മനുഷ്യന്, റോട്ടീസെ ജ്യാദ, അവിടെ റൊട്ടിയാണ് അല്ലെങ്കിൽ ഖാനാസെ ജ്യാദ എന്നും പറയാം. കുച്ചിനൈ ലക്ത, ഒന്നും തന്നെ തോന്നത്തില്ല അല്ലെ. വിശന്ന മനുഷ്യന് ഭക്ഷണത്തിനേക്കാളും മൂല്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഉസ്കെ ആകെ ഹീരേക്ക അൻമോൾ ഹാർബി ബേക്കാർ ഹെ. എന്താണ്? വിശന്ന മനുഷ്യന്റെ മുമ്പില് ഹീരേക്ക, ഹീര എന്ന് പറയുന്നത് ഡയമണ്ടിനെ കേട്ടോ, വജ്രം എന്ന് പറയുന്ന കേട്ടോ ഹിന്ദിയില്. ഹീരേക്ക അൻമോൾ ഹാർബി, വജ്രത്തിന്റെ അൻമോൾ അമൂല്യമായ മാല പോലും എന്താണ്? ബേക്കാറാണ്. ബേക്കാർ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആണ് അല്ലെ. വിശന്ന മനുഷ്യന് എന്താണ്? ഭക്ഷണമാണ് ഇതിനേക്കാളും മൂല്യമായ വസ്തു എന്ന് അവിടെ തെനാലിറാമൻ പറയാണ് കേട്ടോ. ഓക്കെ, യഹ് സുൻകർ രാജാ കൃഷ്ണദേവ് റായ് മന്ദ് മുസ്കുരാനെ ലഗ. ഇവിടെ ഒരു വാക്ക് കിട്ടിയില്ലേ? യഹ് സുൻകർ, ഇത് കേട്ട് രാജ കൃഷ്ണദേവ് റായ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധീരെ എന്നുള്ള അർത്ഥം തന്നെയാ കേട്ടോ. പതുക്കെ മുസ്കുരാനെ ലഖ. മുസ്കുരാന എന്ന് പറയുന്നത് പുഞ്ചിരിക്കുക എന്നാട്ടോ. ചിരിക്കുക നമ്മൾ പറഞ്ഞില്ലേ, ഹസ്ന എന്നാണ് അല്ലെ. അപ്പൊ പുഞ്ചിരിക്കുക എന്ന് പറയുന്നതിനെ മുസ്കുരാന എന്നാ പറയാം. ഓക്കെ, നമ്മളിത് പറഞ്ഞിട്ടില്ല, നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ മുസ്കുരാനെ ലഖ, രാജാവ് പയ്യെ പുഞ്ചിരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, വേ പോലെ അദ്ദേഹം പറഞ്ഞു, ഹാ തെനാലിറാം. ഹാ എന്നുള്ളത് അവിടെ ഹിന്ദിയില് അതെ എന്നുള്ള അർത്ഥത്തിലാട്ടോ. ഹാ തെനാലിറാം, തുമ്നെ സച്ച് ഹി കഹാ താ. നീ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് എന്താണ്? സച്ച് ഹി കഹാ താ, ഉണ്ട് അല്ലെ. അപ്പൊ ആയിരുന്നു, നിങ്ങൾ സത്യമാണ് പറഞ്ഞിരുന്നത് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. തുമ്നെ സച്ച് ഹി കഹാ താ. ഓക്കെ, ഇനി ലാസ്റ്റ് സെന്റൻസ് കേട്ടോ. രാജാക്കെ സാത്ത് സാത്ത്, രാജാവിന്റെ കൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, രാജാക്കെ സാത്ത് സാത്ത് സബി ദർബാരിയോ നേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദർബാറിലുള്ള എല്ലാവരും എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, സബി ദർബാരിയോ നേബി തെനാലിറാം കി ഖൂബ് പ്രശംസാക്കി. തെനാലിറാമന് എന്താണ്? ഖൂബ്, ധാരാളം, പഠിച്ചിട്ടില്ലയോ? പ്രശംസിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊരു കുട്ടികളുടെ ഒരു ക്ലാസ് പോലെയായി അല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളും കുട്ടികളാവുന്ന നല്ലതാണ്. കുറെ കാര്യങ്ങൾ നമുക്ക് ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റോറി ഞാൻ കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ കുട്ടി ഹിന്ദി സ്റ്റോറി ബുക്സ് കിട്ടുവാണെങ്കിൽ, ചെറിയത് നമുക്ക് എന്താ പറയുന്നത്, കുട്ടിക്കാലത്ത് നമ്മൾ വായിക്കുന്ന സ്റ്റോറികൾ കേട്ടോ, അതല്ലാതെ ഒത്തിരി വലിയ രീതിയിലുള്ള കടിച്ചപ്പെട്ടാത്ത വാക്കുകളുള്ളതൊന്നും എടുക്കരുത്. കുഞ്ഞു കുട്ടികളുടെ ബുക്കുകളിൽ നിന്ന് കിട്ടും കേട്ടോ. ഇത് എന്റെ മോന്റെ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഇപ്പൊ 4th സ്റ്റാൻഡേർഡ് വരെ, ഇവിടെ CBSE സിലബസിൽ 1st സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ടുണ്ടല്ലോ, അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ചെറിയ കുട്ടികളുടെ ബുക്കിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുട്ടി സ്റ്റോറികൾ കിട്ടും. അപ്പൊ നിങ്ങൾ അന്ന് വായിച്ചു നോക്കുക. വളരെ എളുപ്പമായിട്ട് നമുക്ക്
മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. റീഡിങ് വളരെ ഉപകാരമാണ്, നമ്മുടെ നോളജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ട്രൈ ചെയ്യുക. അത് കൂടാതെ തന്നെ ഈ ഒരു സീരീസ് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് തരാനായിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വാട്സപ്പിൽ നമുക്കൊരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സീരീസ് ഒന്ന് തീർന്നോട്ടെ, അതുവരെ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മാക്സിമം ശ്രമിക്കുക, ആരും വിട്ടിട്ട് പോകരുത്. എന്റെ ഒരു വാശിയാണ് ഈ കേട്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഹിന്ദി സംസാരിക്കുന്നുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്. എന്നും പറഞ്ഞ പോലെ ആരെങ്കിലും നമ്മുടെ ഈ ചാനലിൽ പുതുതായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.